So the next topic is analytical method for relative velocity and acceleration. So നമ്മൾ ഇത്രയും പ്രോബ്ലമൊക്കെ ചെയ്ത് നമ്മൾ പല പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്തു വെലോസിറ്റി ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത മെത്തേഡ്സ് എല്ലാം തന്നെ ഗ്രാഫിക്കലായിട്ടുള്ള മെത്തേഡായിരുന്നു. ഗ്രാഫിക്കലായിട്ട് നമ്മൾ വരച്ച് നമ്മൾ ആ ഒരു ലിങ്കിൽ വരുന്ന വെലോസിറ്റി ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിൽ ഈ അനലിറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഒരു ലിങ്കിൽ വരുന്ന വെലോസിറ്റി ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ പോലുള്ള കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കാണുന്നത്. സോ അതിനായിട്ട് ഇവിടെ നമ്മളൊരു സ്ലൈഡർ ക്രൈങ് മെക്കാനിസം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ദിസ് ഈസ് എ സ്ലൈഡർ ക്രൈങ് മെക്കാനിസം. ഇതിൽ OC എന്ന് പറയുന്നത് നമ്മുടെ ക്രാങ്ക് ആണ്, CP എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡാണ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ഈ ക്രാങ്കിൻ്റെ റേഡിയസ്, ക്രാങ്ക് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഈ തീറ്റ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓൾസോ ഈ ഫൈ എന്ന് പറയുന്നത് ഈ കണക്റ്റിംഗ് റോഡ് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഈ ഫൈക്ക് ഒരു ലെങ്ത് ഉണ്ട്, ഈ കണക്റ്റിംഗ് റോഡിനൊരു ലെങ്ത് ഉണ്ട്. ആ ലെങ്താണ് ആയിട്ട് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനൊരു മെക്കാനിസം നമുക്ക് തരുവാണെങ്കിൽ ഈ മെക്കാനിസത്തിൻ്റെ വെലോസിറ്റി ആക്സിലറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കാണുന്നത്. ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണെന്നോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ലെറ്റ് L ഈസ് ദ ലെങ്ത് ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. സോ ദിസ് ഈസ് ദ കണക്റ്റിംഗ് റോഡ് ആൻഡ് L കറസ്പോണ്ട്സ് ടു ദ ലെങ്ത് ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. R ഈസ് ദ റേഡിയസ് ഓഫ് ദ ക്രാങ്ക്. സോ R മീൻസ് ദ ഡിസ്റ്റൻസ് ഫ്രം O to C. ഈ ക്രാങ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ്. OC എന്നുള്ള ഡിസ്റ്റൻസാണ് ക്രാങ്ക്. അല്ലെങ്കിൽ ഓർ റേഡിയസ് ഓഫ് ദ ക്രാങ്ക് പിൻ സർക്കിൾ. ക്രാങ്ക് പിൻ സർക്കിൾ എന്ന് പറയുന്നത് ഈ സർക്കിളാണ്. സോ R റേഡിയസ് ഓഫ് ദ ക്രാങ്ക് അല്ലെങ്കിൽ ക്രാങ്ക് പിൻ സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് ഫൈ ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദ കണക്റ്റിംഗ് റോഡ് ആൻഡ് ദിസ് ഈസ് ഫൈ. CP is the connecting rod and phi is the inclination of the connecting rod, and theta is the inclination of the crank to the line of stroke. Theta is the ഇതാണ് crank. OC എന്നുള്ളതാണ് crank. ആ crank മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. Therefore we can write n is equal to L by R. സോ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് n എന്നൊരു ടേം അതിനകത്ത് വരുന്നുണ്ട്. സോ ആ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് L by R ആണ്. L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് കണക്റ്റിംഗ് റോഡ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ദ ക്രാങ്ക്. അതാണ് എന്നിൻ്റെ വാല്യൂ. ഓൾസോ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് L sin phi is equal to R sin theta. ഇതാണ് L, ഇത് ഫൈ ആണ്, ഇത് തീറ്റ ആണ്, ഈ OC എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R. സോ നമ്മുടെ ഈ മെക്കാനിസത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും L sin phi ദാറ്റ് വിൽ ബി ഈക്വൽ ടു R sin theta. സോ ഈ റിലേഷനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓൾസോ ഒമേഗ ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ക്രാങ്ക് OC. ഈ ക്രാങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഒമേഗ. സോ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ പിസ്റ്റൺ. സോ ദ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിങ് ദ ഫോർമുല ഒമേഗ R ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ബൈ 2n. സോ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ പിസ്റ്റണിൻ്റെ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ആക്സിലറേഷൻ ഓഫ് ദ പിസ്റ്റൺ. Acceleration of the piston can be found by using this formula omega square R multiplied by cos theta plus cos 2 theta by n. അപ്പോൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ പിസ്റ്റണിൽ വരുന്ന വെലോസിറ്റി ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. സോ CP ഈസ് ദ കണക്റ്റിംഗ് റോഡ്. ഈ CPയിൽ വരുന്ന ആംഗുലർ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അതാണ് ഒമേഗ ബൈ n ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് ഫൈ. So by using this formula we can calculate the angular velocity of this connecting rod. And the next one is angular velocity of the connecting rod നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തുവാ, ആംഗുലർ വെലോസിറ്റി ഓഫ് ദ കണക്റ്റിംഗ് റോഡിൻ്റെ വാല്യൂ ഒമേഗ ബൈ n ഇൻറ്റു കോസ് തീറ്റ ബൈ കോസ് ഫൈ എന്നാന്ന് പറഞ്ഞു. ഓർ അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലും കണ്ടുപിടിക്കാം, ഒമേഗ PC ഈസ് ഈക്വൽ ടു ഒമേഗ കോസ് തീറ്റ ബൈ n. സോ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ കണക്റ്റിംഗ് റോഡ് കണ്ടുപിടിക്കാം. ആൻഡ് ഫൈനലി ദ ആംഗുലർ ആക്സലറേഷൻ ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡിൻ്റെ ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് ആൽഫ PC. കണക്റ്റിംഗ് റോഡാണ് PC. സോ അതിൻ്റെ ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആൽഫ PC ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ തീറ്റ ബൈ n. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആ ലിങ്കിൻ്റെ ആംഗുലർ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. Okay, so നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. The connecting rod are 300 mm
and 1200 mm respectively. The crank is 60 degree from the inner dead center and the crankshaft speed is 450 rpm clockwise. Using analytical method, determine velocity and acceleration of the slider, angular acceleration and angular acceleration of the connecting rod. So this is the question. So we have to solve this problem by using analytical method. So തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം ഒന്ന് നോക്കുക. തന്നിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നമുക്കൊന്ന് എഴുതാം. ഓക്കെ, ഇതെല്ലാം ഒരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം എന്ന ക്വസ്റ്റിനെ പറയുന്നുണ്ട്. The length of the crank and the conducting rod are 300 mm and 1200 mm. So length എന്ന് പറയുന്നത് the length of the crank and the connecting rod. So crankന്റെ ലെങ്ത് നമ്മൾ സ്മോൾ r വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ r is equal to 300 mm ആണ്. സോ നമ്മൾ അതിനെ മീറ്ററിൽ എഴുതുമ്പോൾ 0.3 മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. The crank is 60 degree from the inner dead center. സോ ക്രാങ്കിൻ്റെ ആംഗിൾ നമ്മൾ തീറ്റ എന്നുള്ള ആ സിമ്പിൾ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ തീറ്റ is equal to 60 degree. Then the crankshaft speed is 450 rpm. Crankshaft speed n is equal to 450 rpm നമ്മൾ എഴുതി. സോ അതിൽ നിന്നും using analytical method, determine the velocity and angular acceleration of the slider. സോ സ്ലൈഡറിൻ്റെ ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. കൂടാതെ ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. സോ സ്ലൈഡറിൻ്റെയും കണക്റ്റിംഗ് റോഡിൻ്റെയും ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷനും നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് നമ്മൾ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഒമേഗ ഇസിക്കൽ 2πn/60, n 450 എന്ന ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. സോ 2π × 450 ഡിവൈഡ് ബൈ 60, ദാറ്റ് ഈസ് 47.12 റേഡിയൻസ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടും. Then after that, velocity of the slider, നമ്മൾ velocity of the slider equation നമുക്കറിയാം. Vp is equal to omega r into sin theta plus sin 2 theta by 2n. So this is a formula for finding the velocity of the slider. So substituting the value, omega is given obtained as 47.12. So we are substituting omega here. 47.12 multiplied by r. The value of r is 0.3 meter. So it is 0.3 multiplied by sin theta. Sin theta is 60 degree. So sin 60 plus sin 2 theta. So it is sin 2 into 60. So that is sin 120 divided by 2 into n. The value of n is 4. So we substitute 4 here. So the answer which we are getting is 13.8 meter per second. So this is the velocity of the slider. So after getting the velocity of the slider, we have to find the acceleration of the slider. So the acceleration expression is given as omega square r multiplied by cos theta plus cos 2 theta divided by n. So നമ്മൾ ഒമേഗയുടെ വാല്യൂ നമുക്കറിയാം 47.12. So 47.12 the whole square multiplied by r value is 0.3 multiplied by cos theta, that is cos 60 plus cos 2 theta is cos 120 divided by 4. So the answer which we are getting is 249.8 meter per second square. So this is the expression for acceleration of the slider. So നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനും ഓഫ് ദ സ്ലൈഡർ നമുക്ക് കിട്ടി. ഇനി അടുത്തായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ കണക്റ്റിംഗ് റോഡ്. സോ ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലർ velocity of the connecting rod is omega p is equal to omega cos theta by n. So omega value നമുക്കറിയാം 47.12 multiplied by cos 60. Theta value 60 ആണ്. So therefore cos 60 divided by 4. So we are getting 5.9 radians per second. And afterwards we are finding the angular acceleration of the connecting rod. Angular acceleration of the connecting rod, alpha pc is given as omega square sin theta divided by n. So omega square is 47.12 the whole square multiplied by sin 60 divided by 4. So we are getting 481 radians per second. So this is the final answer. ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, if the crank and the connecting rod are 150 mm and 1 meter long respectively and the crank rotates at a constant speed of 200 rpm, determine the crank angle at which the maximum velocity occur and the maximum velocity of the piston. So തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നമുക്കൊന്ന് എഴുതാം. If the crank and the connecting rod are 150 mm and 1 meter long respectively. So crankൻ്റെ ലെങ്ത് ആണ് 150 mm തന്നിരിക്കുന്നത്. So we are indicating crank length as the variable r. R is equal to 150 mm. So that is 0.15 meter. And the length of the connecting rod is 1 meter. Therefore we are representing L is equal to 1 meter. And the crank rotates at a constant speed of 200 rpm. So the speed of the crank is 200 rpm.
From that we can find omega. Omega is equal to 2 pi n by 60. So that is 20.94 radians per second square. അപ്പോൾ നമുക്ക് n എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. കാര്യം n എന്നുള്ളത് നമ്മുടെ ഫോർമുലയ്ക്കകത്ത് വരുന്ന ഒരു വേരിയബിളാണ് n is equal to L by R. So L is given as 1, R is given as 0.15. So L by R is 6.667 എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് we have to find the crank angle at which the maximum velocity occur. Okay, crank angle at which maximum velocity occur, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore നമ്മുടെ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റണിൻ്റെ എക്സ്പ്രഷൻ വി പി ഇസ് ഇക്വൽ ടു ഒമേഗ ആർ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2n. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ വെലോസിറ്റി ഓഫ് ദ പിസ്റ്റൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്രാങ്ക് ആംഗിൾ, മാക്സിമം വെലോസിറ്റി നമുക്ക് കിട്ടുന്ന സമയത്തിലുള്ള ക്രാങ്ക് ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെയർഫോർ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ we have to differentiate the expression for velocity with respect to theta and equate it to 0 to get the maximum crank angle. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ മാക്സിമം വെലോസിറ്റി ഡി വി പി ബൈ ഡി തീറ്റ, ഡി തീറ്റ വെച്ച് നമ്മൾ ഈ വി പിയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ എന്നിട്ട് 0 വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മാക്സിമം ക്രാങ്ക് ആംഗിൾ നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റി മാക്സിമം വെലോസിറ്റി ആകുന്ന കണ്ടീഷനിലുള്ള ക്രാങ്ക് ആംഗിൾ ആ ഒരു കേസിലാണ് നമുക്ക് കിട്ടുന്നത്. സോ വി ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഡി ബൈ ഡി തീറ്റ ഓഫ് നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ് ഒമേഗ ആർ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2n ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ വി വിൽ ഡിഫറൻഷ്യേറ്റ് ദിസ് ഒമേഗ ആർ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് ഈ എക്സ്പ്രഷൻ സൈൻ 2 തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 കോസ് 2 തീറ്റയാണ്. ദ ഹോൾ ഡിവൈഡഡ് ബൈ 2n അതുപോലെ എഴുതി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. സോ വി നോ ഒമേഗ ഇൻറ്റു ആർ കനോട്ട് ബി ഈക്വൽ ടു 0. ഒമേഗ ആർ നമുക്ക് ഒരിക്കലും 0 ആകാൻ പറ്റത്തില്ല. കാര്യം ഒമേഗയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. വി നോ ഒമേഗ ഇസിക്കൽ 20.94 ആൻഡ് ആർ ഇസിക്കൽ 0.15. സോ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകത്തില്ല. സോ ദ ഓൺലി പോസിബിലിറ്റി ഈസ് കോസ് തീറ്റ പ്ലസ് 2 കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 2n ഷുഡ് ബി ഈക്വൽ ടു 0. സോ നമ്മൾ ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് എഴുതി. സോ ഫ്രം ദിസ് വി ക്യാൻ നമ്മൾ n വെച്ച് ഇതിനെ ഫുൾ ടേം നമ്മൾ ഫുള്ളി n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് n കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഈ കോസ് 2 തീറ്റയെ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ n കോസ് തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് n cos theta plus 2 cos square theta minus 1 is equal to 0. So we are taking cos square to the നമ്മൾ ഈ cos square മുന്നോട്ട് എഴുതുന്നു. സോ നമ്മൾ cos square നമ്മൾ ax square plus bx plus c എന്നുള്ള ഫോർമാറ്റിൽ എഴുതുന്നു. അതാണ് 2 cos square theta പ്ലസ് ഈ എന്നിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ് 6.667 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ വാല്യൂ അതുപോലെ എഴുതുന്നു. cos theta ഈ മൈനസ് E1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടുന്നു. So from this we can find the value of theta. So that is cos theta is equal to minus b plus or minus root of b square minus 4ac divided by 2a. ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇതിനെ എഴുതുന്നു. So this is minus b plus or minus root of b square. b square is 6.667 the whole square plus minus 4ac minus 4 into 2 into ഇത് minus 1 വരും. അപ്പോൾ ഇവിടെ പ്ലസ് വരും divided by 2a. 2aക്ക് എയുടെ വാല്യൂ 2 ആണ്. 2 into 2. So we will be getting 0.144. So cos theta is equal to 0.144. So therefore theta is equal to cos inverse 0.144. That therefore theta will be 81.73 degree എന്ന് നമുക്ക് കിട്ടുന്നു. So afterwards we are substituting theta in this equation. So to get the maximum velocity we substitute the value of theta. Therefore omega Vp is equal to omega r into sin theta plus sin 2 theta divided by 2n. So തീറ്റയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒമേഗ 20.94 ആണ്, ആറിൻ്റെ വാല്യൂ 0.15 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ സൈൻ 81.73 പ്ലസ് 2 ഇൻറ്റു 81.73 വരുന്നുണ്ട്. സോ ദെർഫോർ സൈൻ 163.5 വരുന്നു. മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻറ്റു n, എന്നിൻ്റെ വാല്യൂ 6.667 വരുന്നു. So we are getting the value as 3.18 meter per second. So this is how we have to do the problem. Okay, thank you.